ഭഗവാനെ. ഭഗവാനെ കൃഷ്ണ, എന്നെ കാത്തു രക്ഷിക്കണേ. ലേശം തരികിടയൊക്കെ അറിയാവുന്നതുകൊണ്ടാ അവിടത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡെയിലി വെണ്ണ കക്കുന്ന കഥയൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പിന്നെ ലവളുമാരുടെ ചേലകളൊക്കെ എടുത്തിട്ട് ആരയാലിന് കൊമ്പത്ത് പോയിരുന്നില്ലേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ട. ഞാനിവിടെ ജീവിക്കാൻ വേണ്ടി ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ പോവാ. ഒന്ന് കണ്ണടച്ചേക്കണേ. മാത്രമല്ല, എന്നെ ഒന്ന് രക്ഷിക്കണം. ഈ മാലകൾക്കൊക്കെ ലേശം കാശ് ചെലവായിട്ടുണ്ട്. അതൊന്നും മറന്നു കളയല്ലേ. മണിമംഗലത്തെ ജയചന്ദ്ര വർമ്മ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? യെസ് യെസ് യെസ്, അത് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ്, പറയൂ. ഞങ്ങൾ മിസ്റ്റർ സുശീലൻ പറഞ്ഞിട്ട് വരുവാണ്. ഓഹോ, സുശീൽ എന്നെ വിളിച്ചിരുന്നു. ആ ലാപ്ടോപ്പുകൾ ബിസിനസ് ആക്കുന്ന കാര്യല്ലേ? ആ മോഡൽ ലാപ്ടോപ്പുകള് മാർക്കറ്റിൽ വിറ്റ് കഴിയുന്നില്ലെന്നും അത് മൊത്തം കംപ്ലൈന്റ് ആണെന്നൊക്കെ ഞാൻ നേരത്തെ കേട്ടായിരുന്നു. കംപ്ലൈന്റ് ഒന്നുമില്ല സാറേ, പക്ഷെ ആ മോഡൽ അത്ര സക്സസ് ആയില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അത് മറക്കരുത്. അയ്യോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ സാറേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറിന്റെ പേര്? ഞാൻ ജയചന്ദ്ര വർമ്മ, മണിമംഗലത്ത് ജയചന്ദ്ര വർമ്മ. സ്റ്റേറ്റ്സിലായിരുന്നു ഞാൻ, അങ്ങ് ചിക്കാഗോയിൽ. കുറച്ചു കാലേ ആയുള്ളൂ നാട്ടിലെത്തിയിട്ട്. യുവർ നെയിം പ്ലീസ്? ഞാൻ ദിലീപ്. ഞാൻ തരൂർ. ആക്ച്വലി ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം മിനിസ്റ്റർ പ്രതാപവർമ്മയ്ക്ക് വേണ്ടി എന്റെ അളിയനെ ഹെൽപ്പ് ചെയ്യാനാണ്. എന്റെ അളിയനെ ഈ പ്രതാപവർമ്മയുടെ PA. സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ രംഗത്ത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മാസ്റ്റർ ബ്രെയിൻ ഞാനാ. അങ്ങനെയാണെങ്കിൽ സാർ ഈ ഫയലില് മിനിസ്റ്ററുടെ സൈൻ ഒന്ന് വാങ്ങിച്ചു തരണം. പിന്നെ MD കൈ കൊടുത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വർക്കൗട്ട് ആക്കാം. സാറിന് സാറിന്റെ കമ്മീഷൻ തരാം. ഞാൻ ഇത്തരം വളഞ്ഞ വഴികളൊന്നും നോക്കാത്തയാളാ. പിന്നെ സുശീല പറഞ്ഞോണ്ട് ചെയ്യാം. അല്ല, ഈ കമ്മീഷൻ എത്ര പെർസെന്റേജ് തരും? 15% കമ്മീഷൻ തരാം. 15% കമ്മീഷൻ? പോരാ, ഒരു 37% കമ്മീഷൻ തരണം. ഈ 37% കമ്മീഷൻ കിട്ടാതെ ഈ ഡീല് നടക്കില്ലെന്ന് അമ്മ പറഞ്ഞു. അമ്മയോ? അതാരാ? അമ്മ അറിയില്ലേ? ഈ സൂര്യമംഗലത്തെ രാജരാജേശ്വരി വർമ്മ. ഈ പ്രതാപവർമ്മ സാറിന്റെ രാഷ്ട്രീയ ഗുരുവാണ്. വർമ്മ സാറിന്റെ എല്ലാ ഡീലുകളിലും അവസാന വാക്ക് അമ്മയാണ്. അമ്മ പറയുന്ന അനുസരിച്ചേ വർമ്മ സാറ് ചലിക്കും. പറഞ്ഞു തീർന്നില്ല, അമ്മ വന്നു. എടാ സുശീല, ഇത് നിന്റെ ഇലക്ട്രോണിക്സിലെ മാനേജറാണല്ലോ. നീ എടുക്കടാ, അവര് കാര്യങ്ങൾ സ്പീഡാക്കാൻ വിളിക്കുന്നതാ. പറയാം. ഹല്ല, ജയചന്ദ്ര വർമ്മ സാറല്ലേ? ജയചന്ദ്ര വർമ്മേ? ഏത് ജയചന്ദ്ര വർമ്മ? ഓ അതെ അതെ അതെ, ജയചന്ദ്ര വർമ്മ സ്പീക്കിംഗ്. പറയൂ സാറേ. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നാളെയാണ് ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. നാളെ തന്നെ അതൊന്ന് മിനിസ്റ്ററെ കൊണ്ട് ഒപ്പിടിച്ചു തരണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ.
മണിമംഗലത്തെ ജയചന്ദ്രവർമ്മ ഒരു കാര്യം ഏറ്റാ അത് ഏറ്റതാ. ഓക്കെ സാറേ, താങ്ക് യു. മണിമംഗലത്ത് ജയചന്ദ്രവർമ്മയോ? ഏത് മണിമംഗലം? ഏത് ജയചന്ദ്രവർമ്മ? കിടക്കട്ടളിയ ഒരു മണിമംഗലം. ഏ? നീ എന്താ ആലോചിക്കുന്നേ? ഏ? അത് എങ്ങനെ ഫയൽ എടുക്കണമെന്ന് ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. നിന്റെ ബന്ധുവീടല്ലേ മന്ത്രി പ്രതാപ് വർമ്മയുടെ വീട്? രാത്രിയില് അതിനകത്ത് ഒളിച്ചു കയറണം, എന്നിട്ട് ഫയൽ മാറ്റി വെക്കണം. അവിടെ അത് മിനിസ്റ്റർ വീടല്ലേ? താഴെയാണെങ്കിൽ പോലീസ് ഡ്യൂട്ടിക്ക് ഉണ്ടാവൂലേ? എന്റെ ജയ, മിനിസ്റ്റർ പ്രതാപ് വർമ്മ താമസിക്കുന്നതേ മന്ത്രി മന്ദിരത്തിലല്ല, സ്വന്തം വീട്ടിലാ. അവിടെ പോലീസ് ഒന്നും ഡ്യൂട്ടിക്ക് കാണില്ല, മനസ്സിലായ? പോലീസിലെന്ന് വെക്കാം. ഇനി എങ്ങനെ പിടിക്കപ്പെട്ടാലോ? ആ, അളിയൻ രാജുവിനെ തിരക്കി വന്നതാണെന്ന് പറയണം. കള്ളത്തരത്തിന് നിനക്ക് എവിടെയാ ജയ പഞ്ഞം? പിന്നെ ചുളുവിൽ കാശ് ഉണ്ടാക്കണമെങ്കിൽ ഒരിത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ ഏറ്റളിയ, എനിക്കൊരു മുതലാളിയാകണം.